ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള കൂട്ടുകെട്ട് ചൈന എത്രത്തോളം ഭയക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ചൈനയുടെ പ്രതികരണങ്ങൾക്കുള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുമ്പോഴോ, രണ്ട് രാജ്യങ്ങൾ കൂടുതൽ ശക്തമായ ബന്ധമുണ്ടാക്കുകയോ അല്ലെങ്കിൽ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുകയോ പരസ്പരം സഹകരിക്കുകയോ ചെയ്യുമ്പോൾ മൂന്നാമതൊരു രാജ്യത്തിന് ആശങ്ക തോന്നുന്നുവെങ്കിൽ, ആ രാജ്യം ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കൂട്ടുകെട്ട് മൂന്നാമത്തെ ആ രാജ്യത്തെ ഭയപ്പെടുത്തുന്നു എന്നാണ്. ഇന്ത്യ അമേരിക്ക കൂട്ടുകെട്ട് ഒരു സമയത്ത് ചൈനയെ ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്നത്തെ അമേരിക്കയുടെ താല്പര്യങ്ങൾ ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം. ഇന്ത്യ ശക്തമായി വളരണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. ചൈനയെ തകർക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യ മറ്റൊരു ശക്തി ആകരുത് എന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്ന് ഇന്ന് ചൈന മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ അമേരിക്ക ബന്ധം ഒരു പരിധിക്കപ്പുറം ചൈനയെ ഇനി ആശങ്കപ്പെടുത്താനിടയില്ല. പക്ഷേ ഇന്ത്യ ജപ്പാൻ ഈ രണ്ട് ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടുകെട്ട് ചൈനയെ ഭയപ്പെടുത്തുന്നു എന്ന് ലോകം മുഴുവൻ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇന്ത്യയും ജപ്പാനും തമ്മിൽ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുകയും പരസ്പരം വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ധാരണയാവുകയും ചെയ്തുവല്ലോ. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിന് ശേഷം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എങ്ങനെയാണ്? മൂന്നാമതൊരു രാജ്യത്തെ ലക്ഷ്യം വെച്ചുള്ള കൂട്ടുകെട്ടുകൾ മേഖലയിലെ സമാധാനം തകർക്കും. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം മൂന്നാമതൊരു രാജ്യത്തെ ലക്ഷ്യം വെച്ചാകരുത്, മറ്റൊരു രാജ്യത്തെ ബാധിക്കരുത്. ഇതാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളിൽ പ്രധാനം. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുമ്പോൾ ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെയും നയതന്ത്ര ചാനലുകളിലൂടെയും കടുത്ത ഭാഷയിൽ ചൈന പ്രതികരിക്കുന്നതിന്റെ പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. ഏഷ്യയിലെ തങ്ങൾ മാത്രം മതിയെന്നും ലോകത്തെ അടുത്ത ശക്തി തങ്ങൾ തന്നെയാണ് എന്നും ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ചൈനയ്ക്ക് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഒരു സഹകരണം ഒരു ഭീഷണിയായി തോന്നുകയാണ്. ജനാധിപത്യ രാജ്യങ്ങളായ ഇന്ത്യയും ജപ്പാനും വളരെ ശക്തമായ കൂട്ടുകെട്ടുണ്ടാക്കുന്നത് ചൈനയുടെ സാമ്പത്തികമായ നിലനിൽപ്പിനും വലിയ ശക്തി എന്ന നിലയിലുള്ള വളർച്ചയ്ക്കും ഒരു വിലങ്ങുതടിയായി മാറുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഒന്ന് സാമ്പത്തിക തിരിച്ചടിയാണ്. ഇത്രയും കാലം ലോകത്തിന്റെ നിർമ്മാണ ഹബ്ബ് ചൈനയായിരുന്നു. എന്നാൽ ഇന്ത്യയും ജപ്പാനും കൈകോർത്ത് സപ്ലൈ ചെയിൻ റെസിലിയൻസ് ഇനിഷ്യേറ്റീവ് തുടങ്ങിയതോടെ പല പ്രമുഖ കമ്പനികളും ചൈന വിട്ട് ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി. ജപ്പാന്റെ സാങ്കേതിക വിദ്യയും മൂലധനവും ഇന്ത്യയുടെ ഭീമമായ വിപണിയും യുവശക്തിയും ഒന്നിച്ചാൽ അത് ചൈനയുടെ സാമ്പത്തിക മേധാവിത്വത്തിന്റെ അടിത്തറ ഇളക്കുമെന്ന് ചൈനയ്ക്ക് അറിയാം. രണ്ടാമതായി, ചൈനയുടെ ഏറ്റവും വലിയ പേടിയാണ് കടൽ മാർഗമുള്ള ഉപരോധം. ചൈനയിലേക്കുള്ള 80% എണ്ണ ഇറക്കുമതി നടക്കുന്നത് മലാക്ക കടലിടുക്കിലൂടെയാണ്. ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്കടുത്താണ് ഈ ഒരു മലാക്ക കടലിടുക്ക്. ജപ്പാന്റെ അത്യാധുനിക നാവിക സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ ആധുനികമായ നാവിക സാങ്കേതിക വിദ്യയും ഒന്നിക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ ഈ തന്ത്രപ്രധാന ലൊക്കേഷൻ കൂടി ചേർന്നാൽ ഒരു യുദ്ധ സാഹചര്യത്തിൽ ചൈനയിലേക്കുള്ള വഴി പൂർണ്ണമായി അടച്ചുപൂട്ടാൻ ഇന്ത്യക്കും ജപ്പാനും കഴിയുമെന്നതാണ് ചൈനയെ ഭയപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ നിലവിലുള്ള സൈനിക ശക്തിയാണെങ്കിലും ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള ടെക്നോളജി ആണെങ്കിലും ചൈനയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിനു പുറമെ ഓൾറെഡി യൂറോപ്യൻ ശക്തിയായ ഫ്രാൻസുമായിട്ട് ഡിഫൻസ് രംഗത്ത് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്ന ശക്തമായ ബന്ധം ചൈനയ്ക്ക് ഒരു തലവേദനയാണ്. അമേരിക്കൻ ടെക്നോളജിയും പതിയെ ഇന്ത്യയിലേക്ക് പല രൂപത്തിൽ എത്തുന്നുണ്ട്. ഇസ്രായേലുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധവും ടെക്നോളജി പരമായിട്ട് ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട്. ഇതിനു പുറമെ നാവിക ടെക്നോളജിയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ജപ്പാൻ കൂടി ഇന്ത്യയോട് പൂർണ്ണ അർത്ഥത്തിൽ സഹകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ കരുത്ത് വർദ്ധിക്കുമെന്നത് ചൈനയ്ക്ക് നന്നായിട്ടറിയാം. ഇത് അവരെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടർ, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ മേഖലകളിലൊക്കെ ഇന്ത്യയും ജപ്പാനും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയെ മറികടക്കാൻ എളുപ്പത്തിൽ ഇന്ത്യക്ക് കഴിയുമെന്ന് ചൈന ആശങ്കപ്പെടുകയാണ്. മാത്രമല്ല, സാങ്കേതിക വിദ്യയിലൂടെ ലോകം ഭരിക്കാമെന്ന ചൈനയുടെ മോഹങ്ങൾക്ക് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് തന്നെ ശക്തമായ മത്സരവും തിരിച്ചടിയും നേരിടേണ്ടി വരുന്നത് ചൈനയ്ക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സൗഹൃദം ചൈനയെ ആശങ്കപ്പെടുത്തുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ മറ്റൊന്ന്, ഇന്ത്യയുമായി അതിർത്തി പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ കിഴക്കൻ ചൈന കടലിലെ സെൻകാകു ദ്വീപുകളെ ചൊല്ലി ജപ്പാനുമായും ചൈന തർക്കത്തിലാണ്. ഇന്ത്യയും ജപ്പാനും സൈനികമായി കൂടുതൽ അടുത്താൽ ചൈനയ്ക്ക് ഒരേ സമയം രണ്ട് മുന്നണികളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഇത് അവരുടെ സൈനിക ശേഷിയെ വികേന്ദ്രീകരിക്കും. ഒരു കാലത്ത് ഏഷ്യൻ രാജ്യങ്ങളെ ഭയപ്പെടുത്തിയും കടക്കണിയിൽപ്പെടുത്തിയും കീഴ്പ്പെടുത്താമെന്നായിരുന്നു ചൈന കരുതിയത്. എന്നാൽ ഇന്ത്യയെ പോലൊരു വൻ ശക്തിയും സാങ്കേതികമായും സാമ്പത്തികമായും അതിശക്തമായ ജപ്പാനും തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ തങ്ങളുടെ ആധിപത്യം അവസാനിക്കുമോ എന്ന ഭയമാണ് ചൈനയെ വേട്ടയാടുന്നത്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ കടന്നു കയറി ഇന്ത്യക്കിട്ട് പണിയാൻ ശ്രമിച്ചപ്പോൾ ചൈന വിചാരിച്ചില്ല അവരുടെ മാളത്തിനടുത്ത് പോയി ഇന്ത്യ പണിയുമെന്ന്. ബംഗ്ലാദേശിന് ആയുധങ്ങൾ കൊടുക്കാനും ബംഗ്ലാദേശിൽ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താനും പോർട്ടുകളുടെ നടത്തിപ്പ് അവകാശം നേടിയെടുക്കാനും ഒക്കെ ഇറങ്ങിത്തിരിച്ച ചൈന വിചാരിച്ചില്ല ജപ്പാനുമായി ചേർന്നുകൊണ്ട് ഇന്ത്യ മറുപണി കൊടുക്കുമെന്ന്.
പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ നിർത്തിയിട്ട് എല്ലാ കാലവും ഇന്ത്യയെ സാമ്പത്തികമായും സൈനികമായും സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ചൈനയ്ക്ക് അവരുടെ ചുറ്റിനും ഇപ്പോൾ ഇന്ത്യയുടെ പണി നേരിടേണ്ടി വരികയാണ്. ജപ്പാനുമായിട്ടുള്ള ഇന്ത്യയുടെ സഹകരണം നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം ചൈനയെ ഭയപ്പെടുത്തുന്നുണ്ട്. ജപ്പാന്റെ സാമ്പത്തിക ശക്തി നമ്മളെ നിസ്സാരമായി കാണാൻ പറ്റില്ല. ടെക്നോളജി രംഗത്തെ അവരുടെ കരുത്ത്, അതോടൊപ്പം തന്നെ ഈ മാനുഫാക്ചറിങ് രംഗത്ത് നമ്മൾ എല്ലാ വീഡിയോകളിലും പറയുന്ന കാര്യമാണ്. ചൈന ഇന്നത്തെ ഒരു മാനുഫാക്ചറിങ് പവറായി മാറിയതിന്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്ന് ജപ്പാന്റെ പിന്തുണയാണ്. ജപ്പാൻ യാതൊരു മടിയുമില്ലാതെ നിസ്വാർത്ഥമായിട്ട് ചൈനയെ സഹായിച്ചു. കാരണം യുദ്ധസമയത്ത് ജപ്പാൻ വളരെ ക്രൂരമായിട്ടാണ് ചൈനയോട് പെരുമാറിയത്. അതിന്റെ ഒരു പ്രായച്ചിത്തം എന്ന നിലയിൽ ജപ്പാൻ ചൈനയുടെ സാമ്പത്തിക വളർച്ചയിൽ വളരെ വലിയ സഹായമാണ് ആദ്യകാലങ്ങളിൽ ചെയ്തത്. അതുകൊണ്ടാണ് ചൈന ഇന്ന് ലോകത്തിന്റെ ഫാക്ടറി ആയിട്ട് മാറിയത്. അപ്പൊ ജപ്പാൻ എന്തിനുള്ള ശേഷിയുണ്ട് എന്ന് ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം. ചൈന ജപ്പാനെ തന്നെ തിരിഞ്ഞുകൊത്തി തുടങ്ങിയതോടെയാണ് ജപ്പാൻ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ഇന്ത്യയെ ശക്തമായി വളർത്തുന്നതിൽ ജപ്പാൻ ഒരു വലിയ പങ്ക് വഹിക്കുമോ എന്ന ഭയം കൂടി ചൈനയ്ക്കുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് മൂന്നാമതൊരു ശക്തിയെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്, ടാർഗറ്റ് ചെയ്യരുത്, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രൂപത്തിൽ ചൈനീസ് മാധ്യമങ്ങളും ബുദ്ധിജീവികളും ഒക്കെ ഇപ്പോൾ മാളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സൗഹൃദം ചൈനയെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ഒന്നുറപ്പിച്ചുകൊള്ളൂ, അത് ഇന്ത്യക്ക് ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണ്. ഇന്ത്യ ജപ്പാൻ ബന്ധം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ഇന്ത്യക്ക് ഗുണമുണ്ടെങ്കിലാണ് എതിർപ്പായിട്ട് ചൈന വരുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.